ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ കിഡ്സ് റൂം ചെയ്യുമ്പോൾ കുട്ടികളുടെ റൂമിൽ ലൈറ്റിംഗ് എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? അതിനെക്കുറിച്ചുള്ളൊരു 3 ടിപ്സുകൾ ഞാനൊന്ന് പറയാം. കിഡ്സിൻ്റെ റൂമിൽ കൊടുക്കാൻ പറ്റിയ 3 ലെവൽസ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൂഡ് ലൈറ്റിംഗ് കൊടുക്കാം. അതായത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ചേഞ്ചിങ് LED സ്ട്രിപ്സ് കൊടുക്കാം. ഈ കളർ ചേഞ്ചിങ് LED സ്ട്രിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന സമയത്ത് അത് നമുക്ക് വൈറ്റ്, അതായത് നോർമൽ വൈറ്റ് അല്ലെങ്കിൽ ഡേ ലൈറ്റ് വൈറ്റ് കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ അവരെന്തെങ്കിലും റിലാക്സ് ചെയ്യുന്ന സമയത്ത്, റിലാക്സ് ആയി വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വാം യെല്ലോ ലൈറ്റ്സ് കൊടുക്കാം. പിന്നെ അങ്ങനെ ഈ 2 കോമ്പിനേഷൻ. പിന്നെ എന്തെങ്കിലും പ്ലേ ചെയ്യുന്ന സമയത്ത് കളർ ചേഞ്ച് കളിക്കുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ കളർ ചേഞ്ച് ചെയ്യുന്ന ലൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് വലിയ ഇപ്പോൾ സ്മാർട്ട് ബൾബുകളിലൊക്കെ അങ്ങനെ കളർ ചേഞ്ചിങ് ലൈറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നത് സീലിങ്ങിൽ ഇപ്പോൾ നൈറ്റ് ലൈറ്റ്സ് കൊടുക്കാം. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഓൺലൈനിലൊക്കെ അതുപോലത്തെ വാൾപേപ്പേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഫോൾ സീലിങ്ങിൽ നൈറ്റ് ലൈറ്റ്സ്, നമ്മളിപ്പോൾ ഒരു ഫ്ലൂറസെൻ്റ് കളർ ലൈറ്റ് ഡിം ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നൈറ്റ് സ്കൈ പോലെ സീലിംഗ് കാണുന്ന ടൈപ്പ്. അത് കിഡ്സിനൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. ആ റൂമിൽ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ അതിൽ തന്നെ പല ടൈപ്പ് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഡിമ്മബിൾ ലൈറ്റ്സ് കൊടുക്കുക. അതായത് ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാൻ തന്നെ. ചിലപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആണ് സ്മാർട്ട് ബൾബ്സിലൊക്കെ ഡിമ്മബിൾ. എന്താ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബ്രൈറ്റ്നെസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഓവറായിട്ട് സ്ട്രെസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇപ്പോൾ വരുന്ന ഒരുമാതിരി എല്ലാ സ്മാർട്ട് ബൾബ്സിലും സ്മാർട്ട് ലൈറ്റ്സിലും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കിഡ്സിൻ്റെ റൂമിലത്തെ ലൈറ്റിങ് നമുക്ക് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയതായിട്ട് ഈ കിഡ്സ് റൂമിനെ കുറിച്ചുള്ള കുറേയധികം വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ കിഡ്സ് റൂമിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ കിഡ്സ് റൂം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. കിഡ്സ് റൂം ഡിസൈൻ ചെയ്യുമ്പോഴുള്ള ചില ഗൈഡ്സ്, ചെക്ക് ലിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയച്ചു തരാം. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.